എല്ലാവർക്കും മേക്ക് ഹിസ്റ്ററി ഈസി ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. അതെല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോ കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, AD 399 വിക്രമാദിത്യൻ്റെ കൊട്ടാരം സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? ഫാഗിയാൻ. സംസ്കൃത സാഹിത്യത്തിൻ്റെ അഗസ്റ്റൻ യുഗമായി പറയപ്പെടുന്നത് ആരുടെ കാലഘട്ടത്തെയാണ്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അല്ലെങ്കിൽ ചന്ദ്രഗുപ്തൻ വിക്രമാദിത്യൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ വാനശാസ്ത്രത്തിൻ്റെ പിതാവ് ആരായിരുന്നു? വരാഹമിഹിരൻ. നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന പണ്ഡിത സദസ്സ് ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ചന്ദ്രഗുപ്തൻ രണ്ടാമനെയാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭാരതീയ വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ധന്വന്തരി. സംസ്കൃത നിഘണ്ടുവായ അമരകോശത്തിൻ്റെ രചയിതാവ് ആര്? അമരസിംഹൻ. ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? കാളിദാസൻ. കാളിദാസൻ്റെ ആദ്യ നാടകം ഏതായിരുന്നു? മാളവികാഗ്നിമിത്രം. സംസ്കൃതത്തിലെ സന്ദേശകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കൃതി ഏത്? കാളിദാസൻ്റെ മേഘദൂത്. അഭിജ്ഞാന ശാകുന്തളം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. അഭിജ്ഞാന ശാകുന്തളം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് ആരാണ്? വില്യം ജോൺസ്. ഇന്ത്യൻ ന്യൂട്ടൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മഗുപ്തൻ. ഇന്ത്യൻ കോപ്പർനിക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആര്യഭട്ടൻ. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആര്യഭട്ടൻ. പൈയുടെ മൂല്യം കണ്ടെത്തിയത് ആര്? ആര്യഭട്ടൻ.